യൂണിറ്റ് 5-ലുള്ള ഒരു സ്റ്റോറിയാണ്. എന്താ, ന്യൂ ബ്ലൂ ഷൂസസ് എന്ന് വെച്ചാൽ പുതിയ നീല ഷൂ. അപ്പൊ ഇവിടെ കുറെ ഷൂസിന്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചാപ്റ്റർ നോക്കാം. ടിനു ഗോട്ട് എ പെയർ ഓഫ് ന്യൂ ബ്ലൂ ഷൂസ് എന്ന് വെച്ചാൽ ടിനുവിന് ഒരു ജോഡി പുതിയ നീല ഷൂസ് കിട്ടി. അപ്പൊ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നേ? അപ്പൊ അതിനെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതൊരു കുഞ്ഞു ചെറിയ ഷൂ ആയിപ്പോയി. അപ്പൊ ഇവിടെ നിന്ന് മുത്തശ്ശൻ നോക്കുന്നുണ്ട്, ഒരു പട്ടിക്കുട്ടി ഇരിപ്പണം. അപ്പൊ എന്താ പറയുന്ന പട്ടിക്കുട്ടി? ദേ ആർ ടു സ്മാൾ, അത് തീരെ ചെറുതാണ്, അത് വളരെ ചെറുതാണെന്ന് പറയാം. അപ്പോഴത്തേക്ക് ഈ കുട്ടിയെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഗ്രാൻഡ് പാ ഐ വാണ്ട് ന്യൂ ബ്ലൂ ഷൂസ് എന്ന് പറയുന്ന, മുത്തശ്ശ എനിക്ക് വേറെ പുതിയ ഷൂസ് വേണമെന്ന് പറയുക. അപ്പോഴത്തേക്ക് നമ്മൾ മുത്തശ്ശ എന്താ പറഞ്ഞേ? ഡോണ്ട് വെറി, ഐ വിൽ ഗെറ്റ് യു ന്യൂ ബ്ലൂ ഷൂസ് എന്ന് പറഞ്ഞ എന്താ, വിഷമിക്കണ്ട, ഞാൻ നിനക്ക് പുതിയ നീല ഷൂസ് വാങ്ങിത്തരാന്ന് പറയുക. നമുക്ക് നോക്കാം ഇവിടെ എന്താ. അപ്പൊ ഇവരെവിടെ പോവുക? എന്താ എഴുതിയിരിക്കുന്നേ? ഗ്രാൻഡ് മാൻ ടിനു വെന്റ് ടു ദി ഷൂ ഷോപ്പ്. മുത്തശ്ശനും ടിനുവും കൂടി ഷൂ ഷോപ്പിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മുടെ പട്ടിക്കുട്ടിയെ പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇതേ ഗ്രാൻഡ് പാ പറയാ, ചിരിച്ചുകൊണ്ട് പറയാ, സീ ദീസ്, നോക്കൂ ഇതെല്ലാം. അപ്പോഴത്തേക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചാ നമ്മുടെ ടിനു നോക്കുമ്പോ എന്താ കാണുന്നേ? ആൾ ദീസ് ആർ യെല്ലോ, ഐ വാണ്ട് ബ്ലൂ ഷൂസ്. അവിടെ മൊത്തം യെല്ലോ ഷൂസേ ഉള്ളു. അപ്പൊ എന്താ ചെയ്തിരിക്കുന്നേ? ഇതൊക്കെ മഞ്ഞ കളറിലുള്ളതാണ്, എനിക്ക് വേണ്ട നീല ഷൂ ആണെന്ന് നമ്മുടെ ടിനു പറയാം. അപ്പോഴത്തേക്കും നമ്മുടെ പട്ടിക്കുട്ടി പറയുക, ലെറ്റസ് ഗോ ടു ദി നെക്സ്റ്റ് ഷോപ്പ്. അപ്പൊ എന്താ പറയുക, നമുക്ക് മറ്റൊരു ഷോപ്പിൽ പോകാന്ന് പറയുക നമ്മുടെ പട്ടിക്കുട്ടി. അപ്പൊ ഇവിടെ എന്താ, അപ്പൊ നമ്മുടെ മുത്തശ്ശൻ പറയാ, ലുക്ക് ദേ ആർ സൂപ്പർ. അപ്പൊ എന്താ നമ്മുടെ അപ്പൂപ്പൻ പറയുക, നോക്കൂ അതെല്ലാം അടിപൊളിയാന്ന് പറയാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ കുട്ടി എന്താ പറയുന്നേ? ടിനു എന്താ പറയുന്നേ? ബട്ട് ദേ ആർ ആൾ പിങ്ക് ആൻഡ് ബ്ലാക്ക്. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാ, പക്ഷെ അത് മുഴുവൻ പിങ്കും ബ്ലാക്കുമാണ് എന്ന് നമ്മുടെ ഇവള് പറയുക. അതേ ഉള്ളപ്പോ അവിടെ. അപ്പൊ ഇവിടെ എന്താ എഴുതിക്കുന്ന? ദേവർ നോ ബ്ലൂ ഷൂസ്. അപ്പോഴത്തേക്ക് അവിടെ ബ്ലൂ ഷൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ദേ വെന്റ് ടു ദി നെക്സ്റ്റ് ഷോപ്പ്. അപ്പൊ എന്താ എഴുതിയിരിക്കുക? അതുകൊണ്ട് അവർ അടുത്ത ഷോപ്പിലേക്ക് പോയി. പിന്നെ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നേ? നൈസ് റെഡ് ഷൂസ്. അപ്പൊ നമ്മുടെ മുത്തശ്ശൻ പറയുക, ഒരു റെഡ് ഷൂസ് കണ്ടിട്ട് പറയാ, അത് നല്ലതാന്ന് പറയുക. ആരാ പറയുന്നത്? നമ്മുടെ പട്ടിക്കുട്ടിയാ പറയുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ പിന്നെ ടിനു പറയുന്ന, ഐ വാണ്ട് ബ്ലൂ ഷൂസ് ഗ്രാൻഡ് ബാ. എന്ത് പറയുന്ന? ഗ്രാൻഡ് ബാ എനിക്ക് ബ്ലൂ ഷൂസ് വേണോന്ന് പറയുക. അപ്പോഴത്തേക്ക് ഇവിടെ എന്താ എഴുതിയിരിക്കുക? ബട്ട് ദേ വർ റെഡ് ഷൂസ് ഓൺലി. പക്ഷെ അവിടെ ചുവന്ന ഷൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ദേ വെന്റ് ടു ദ ലാസ്റ്റ് ഷോപ്പ്. അപ്പൊ എന്താ എഴുതിയിരിക്കുന്നത്? അതുകൊണ്ട് അവർ അവസാനത്തെ ഷോപ്പിലേക്ക് പോയി. അപ്പൊ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നേ? ഇവിടെ ഇപ്പൊ നമ്മുടെ ടിനു എന്തോ ചോദിക്കുന്നുണ്ട്, വിൽ ദേർ ബി ബ്ലൂ ഷൂസ് ഗ്രാൻഡ് ബാ? അവിടെയെങ്കിലും ബ്ലൂ ഷൂസ് ഉണ്ടാകുമോ മുത്തശ്ശാന്ന് ചോദിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശൻ പറയുക, ഷുവർ ഡിയർ എന്ന് പറയുക. എന്ന് വെച്ചാൽ തീർച്ചയായും ഉണ്ടായിരിക്കും മോളെ എന്ന് ഇങ്ങനെ പറയുക. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? ഹായ് ബ്ലൂ ഷൂസ്. അപ്പൊ അവൾക്ക് ബ്ലൂ ഷൂസ് കിട്ടി. അപ്പോഴത്തേക്ക് അവള് പറയാം, ഹായ് നീല ഷൂസുകൾ എന്ന് പറയുക. അപ്പൊ ഇവിടെ എന്താ എഴുതിക്കുന്നത്? ലാസ്റ്റ് ഷോപ്പ് വാസ് ഫുൾ ഓഫ് ബ്ലൂ ഷൂസസ്. അവസാനം പോയ ഷോപ്പിൽ മുഴുവൻ ബ്ലൂ ഷൂസുകളായിരുന്നു എന്ന് പറയുക. അപ്പോഴത്തേക്ക് ഇവിടെ എന്താ, നോക്ക് കുറേ ബ്ലൂ ഷൂസ്. അപ്പൊ ഇവൾക്ക് ഇപ്പൊ എന്തോ ഒരു ഡൗട്ട് അടിച്ചു. എന്താ എഴുതിയിരിക്കുന്നേ? ദേ ആർ കണ്ട, ദേ ആർ ആൾ ബ്ലൂ, വിച്ച് വൺ ഷുഡ് ഐ ടേക്ക്? അവിടെ മുഴുവൻ ബ്ലൂ ഷൂസ് ആണ്, ഇതിലേതാണ് ഞാൻ എടുക്കുക? അപ്പൊ അവൾക്ക് കൺഫ്യൂഷനായി. ഇങ്ങനെ തന്നെ നമുക്ക് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും വേണമെന്ന് വിചാരിച്ച് ഒരുപാടായി കഴിയുമ്പോഴത്തേക്ക് അതിൽ ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷൻ വരും. അപ്പൊ ഈ ചാപ്റ്റർ ഇത്രേ ഉള്ളൂ. ഇത് ഇവിടെ ഒരു ഷൂവിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് കളർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്.